ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 2 ദിവസത്തിന് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതുപോലെ സ്റ്റോക്ക് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഞാൻ ഈ ഒരു ഐറ്റം കാണിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഗ്ലിറ്റർ സ്റ്റോൺ ലേസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇടാൻ വേണ്ടിയിട്ട് സാധിച്ചില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വാട്സാപ്പിൽ മെസ്സേജ് വെച്ചിട്ട് ഈ ഫോട്ടോ കാണിച്ചിട്ട് പറഞ്ഞു, ഷാനി എൻ്റെ അടുത്ത് ഈ ബോ ഇരിപ്പുണ്ടോ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഈ സംഭവം ഇതുണ്ട് എൻ്റെ അടുത്ത്, പക്ഷേ അതിൻ്റെ ബോ ഞാൻ ചെയ്തിട്ടില്ല എന്ന് അവിടെ അടുത്ത് പറഞ്ഞപ്പോൾ. കാരണം എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്ത് സാധനം ഉണ്ടെങ്കിലും ഞാനത് ഡിലേ ആക്കാനാണ് പതിവ്. എന്തുണ്ടെങ്കിലും അത് എല്ലാവരും ചെയ്ത് തിന്നതിന് ശേഷമായിരിക്കും ഞാനത് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത് തന്നെ. അപ്പോഴേക്കും അതിൻ്റെ ഒരു ട്രെൻഡിങ് അങ്ങ് കഴിഞ്ഞിരിക്കും. അപ്പോഴാണ് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ വിചാരിച്ചു ശരി ഇന്ന് തന്നെ അതൊന്ന് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനത് എടുത്തു കേട്ടോ. അപ്പോൾ നമുക്ക് സാറ്റിൻ ബോയിലും ചെയ്യാം, ഇല്ല നമുക്ക് സിൽവർ ബോയിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഞാൻ ആദ്യം ഫസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇങ്ങനെ ബ്ലാക്കിൽ വൈറ്റ് സ്റ്റോൺ വരുന്ന ഒരു ലേസാണ്, ഇതാണ് കേട്ടോ, ഗ്ലിറ്ററാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വേറെ ഒന്നുമില്ല, നമ്മൾ ബോയിൽ പശ ഒന്ന് തേച്ച് കൊടുക്കണം, എന്നിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് മക്കൾക്ക് വരെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതേപോലെ ഒന്ന് വാങ്ങിച്ചു കൊടുത്താൽ ബോയിലോട്ട് ഇതേപോലെ ഗ്ലൂ തേച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കണം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഫങ്ഷൻസിനൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി ഫ്രോക്കിനൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് തലയിലൊക്കെ വെച്ച് കൊടുത്താൽ നല്ല തിളക്കമായിരിക്കും കേട്ടോ. ഇപ്പോൾ വീഡിയോയിൽ എങ്ങനെ തിളങ്ങുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ സംഭവം നല്ല തിളക്കമാണ് കേട്ടോ. നല്ല ഈ ഗ്ലിറ്ററിൻ്റെ ഒരു സ്റ്റോണിൻ്റെ ഒരു നല്ലൊരു തിളക്കമുണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ബോയാണ് കേട്ടോ. നമുക്ക് കറക്റ്റായിട്ട് ഒരളവിന് എടുത്തതിന് ശേഷം കട്ട് ചെയ്ത് അങ്ങ് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതിന് 1 മീറ്ററിന് റേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് റേറ്റ് ഉണ്ട് കേട്ടോ സംഭവം. അപ്പോൾ ഇതിനെനിക്ക് ഞാനിപ്പം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ 120 രൂപയ്ക്കാണ് കേട്ടോ 1 മീറ്റർ കൊടുക്കുന്നത്. അപ്പോൾ 1 മീറ്ററിൽ നമുക്ക് 3 ബോ ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. 3 ബോ സുഖമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കത് അതിൻ്റെതായ രീതിയിൽ നമുക്കത് സെയിൽ ചെയ്യാനും പറ്റും കേട്ടോ. അപ്പം നമ്മൾ ഇത് ഒരു എന്ത് പറയാനാ, നല്ലൊരു ലക്ഷറി ടൈപ്പ് ബോയൊക്കെ, കൊറിയൻ ടൈപ്പ് ബോയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നല്ല ഒരു രസമുള്ള ഒരു ബോയാണ്. അപ്പം ഞാൻ ഇത് കാണിച്ചു കേട്ടോ. ഇതാണ് 1 മീറ്റർ കേട്ടോ. ഞാൻ എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു 1 മീറ്റർ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് 1 മീറ്റർ. ഇതിൽ നമുക്ക് 3 ബോ ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ അടുത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വരുന്ന ഗ്ലിറ്ററാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇതിൻ്റെ ഐറ്റംസൊക്കെ, ഈ സംഭവം ഇതിൻ്റെ ബോയും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഇത് പിന്നെ കുറച്ച് നേരം അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വച്ചിരിക്കണം കേട്ടോ. ആയിട്ട് കറക്റ്റായിട്ട് അളവിനെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഗ്ലൂ തേച്ച് കൊടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ നമ്മുടെ അടുത്ത് ഏതെങ്കിലും സ്റ്റോൺ ലേസോ ഇത് സെൻറ്റർ സ്റ്റോണോ അതേപോലെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വച്ചിട്ടൊക്കെ നമ്മളെ ഇഷ്ടാനുസരിച്ച് നമുക്ക് എങ്ങനെയാണോ തോന്നുന്നത് അതേപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് നമുക്ക് ബോയൊക്കെ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ സെൻറ്റർ സ്റ്റോണ് 2 എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ബട്ടർഫ്ലൈയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ചാണ് ഞാൻ ഇപ്പോൾ ഇത് സെറ്റ് ചെയ്യുന്നത്. ഇതേപോലത്തെ ഒരു ബട്ടർഫ്ലൈയും പിന്നെ ഒരു 2 സെൻറ്റർ സ്റ്റോൺ ഇതേപോലത്തെ 1-2 എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ഒരു സൈഡിലോട്ട് വയ്ക്കാം, അല്ലെങ്കിൽ നടുക്ക് വയ്ക്കാം. എങ്ങനെയാണോ നിങ്ങളുടെ ഇഷ്ടം പോലെ അങ്ങനെ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ തോന്നുന്നത് അതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഇതുപോലെ ചെയ്തപ്പോൾ നല്ല കുറച്ചും കൂടെ ഭംഗിയുണ്ടായിരുന്നു. മൾട്ടി സ്റ്റോൺ ചെയിനാണ് കേട്ടോ ഇത്. കളറെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കാണിച്ചത് ബ്ലാക്കിൽ വൈറ്റ് സ്റ്റോൺ വരുന്നതാണ്, പിന്നെ വരുന്നത് ഇതിൽ വൈറ്റ് സ്റ്റോൺ വരുന്നത്, പിന്നെ മൾട്ടിയാണ് കേട്ടോ. മൾട്ടി കളർ ഇതാണ് കേട്ടോ. നല്ല തിളക്കമാണ് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് ബോയിൽ മാത്രമല്ല, നമുക്ക് ഡ്രസ്സിൽ ഒക്കെ വയ്ക്കാം കേട്ടോ. ഡ്രസ്സിൽ ഇതുപോലെ നെക്കിലൊക്കെ വെച്ച് കൊടുക്കാം, നല്ല ഭംഗിയായിരിക്കും. സ്ലീവിലൊക്കെ വയ്ക്കാം. പിന്നെ നമുക്ക് ഫർദയിലൊക്കെ വെച്ച് കൊടുക്കാം. നമ്മുടെ ഫർദയിലൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ സൂപ്പറായിരിക്കും കേട്ടോ.
പിന്നെ നമുക്ക് സെൻറ്റർ ക്ലിപ്പിലോ അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് ചെറിയ ഒരു കുട്ടി പീസ് എടുത്ത് നമുക്ക് എൻഡ് ടേപ്പ് എടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. നല്ല നമ്മളിപ്പോൾ വയർ ബോയിലൊക്കെ വെക്കുന്ന രീതിയിലുള്ള നീളത്തിന് എടുക്കണ്ട, ചെറിയൊരു ടൈപ്പിന് എടുത്ത് വെച്ച് കൊടുക്കാം. കാരണം മക്കളെ ചെവിയിൽ ഇതിൻ്റെ ഇത് കുത്താതിരിക്കാൻ ഒരു അടയാളം വീഴുമല്ലോ. അപ്പോൾ അത് അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. കൂടുതലായിട്ട് നീളത്തിനെടുക്കാതെ ഈ ഒരു അളവിനെടുത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും കേട്ടോ. പിന്നെ മക്കൾക്ക് ഡിസ്റ്റർബൻസും ഉണ്ടാവില്ല. ഇതുപോലെ ചെവിയിൽ ഇങ്ങനെ കുത്തി ഇങ്ങനെ വരുന്ന കുഞ്ഞു മക്കൾക്കൊക്കെ വെച്ച് കൊടുക്കുമ്പോഴേക്കും ചെവിയിലൊക്കെ ഇങ്ങനെ കുത്താൻ ഒരു ഇതും ഉണ്ടാവും, അടയാളം വീണ് കിടക്കും. അപ്പോൾ അതൊന്നും ഇല്ലാതെ നമുക്ക് ഈ ടേപ്പ് ചെറിയൊരു രീതിയിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ബോ ഫുള്ള് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ക്യൂട്ടായിട്ട് റെഡിയായിട്ടുണ്ട്. ഇനി അപ്പോൾ അവൾ ഇന്ന് ചോദിച്ചത് കൊണ്ട് ഞാനിതൊന്ന് റെഡിയാക്കി, അല്ലെങ്കിൽ ഇത് 2-3 നാളും കൂടെ ഇന്ന് പോയേനെ കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ബോ ഒന്നും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ സെൻറ്ററിൽ ഇങ്ങനെ ചെറിയൊരു ഫ്ലവർ, സെൻറ്ററിലല്ല ഇടയ്ക്ക് സൈഡിലൊരു ഫ്ലവറിൻ്റെ ഒരു സെൻറ്ററും വെച്ചിട്ട് ഒന്ന് ചെയ്തെടുത്തിട്ടോ മൾട്ടി സ്റ്റോൺ ചെയിനിൽ. അപ്പോൾ അതും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു ക്യൂട്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. മക്കളൊക്കെ തലയിൽ വെച്ചാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.